പരാജയബോധം മനുഷ്യരെ എത്രമാത്രം വിരളി പിടിപ്പിക്കും എന്നതിൻ്റെ തെളിവാണ് ഒരു ഇസ്ലാമിക പണ്ഡിതന്റെ വാക്കുകൾ. ഒപ്പം ക്രൈസ്തവ വിശ്വാസത്തെ അദ്ദേഹത്തെ പോലുള്ളവരും മാതാവിൻ്റെ ഉദരത്തിൽ നിന്നു മുതൽ എത്രമാത്രം ഭയപ്പെടുന്നു എന്നതിൻ്റെ അടയാളവും. ക്രിസ്തുവിനെ ആരാണ് ഭയപ്പെടുന്നത്? യേശു ക്രിസ്തുവിൻ്റെ മുമ്പിൽ ആരാണ് ഭയന്നു വിറച്ചു എന്ന് ഓർമ്മിച്ചാൽ ആ പണ്ഡിതൻ എവിടെ നിൽക്കുന്നു എന്ന് ക്രൈസ്തവ വിശ്വാസികൾക്ക് പിടികിട്ടും. ഒരു പണ്ഡിതന്റെ അല്ല, ഇസ്ലാമിക പാഠം തലയിൽ കയറിയ ഓരോരുത്തരുടെയും അവസ്ഥ ഇതുതന്നെ. താല്പര്യമില്ലെങ്കിൽ കൂടി മുജാഹിദ് ബാലുശ്ശേരി എന്ന പേര് പരാമർശിക്കേണ്ടത് ഇവിടെ ആവശ്യമാകുന്നു. യൂട്യൂബ് ചാനലിലൂടെ അദ്ദേഹം നിരന്തരം നടത്തുന്ന ക്രൈസ്തവ വിമർശനം ഏറ്റവും മ്ലേച്ഛമായ സ്വരം പൂണ്ടത് അടുത്ത ദിവസങ്ങളിൽ. പതിവ് പോലെ ക്രൈസ്തവ വിശ്വാസത്തിനും ഏറെ പ്രത്യേകമായി ബ്രഹ്മചര്യത്തിനും സന്യാസിനികൾക്കുമെതിരെ ഓടജലം പോലുള്ള വാക്കുകളുടെ പ്രവാഹം. കന്യാസ്ത്രീകൾക്കെതിരെ പറഞ്ഞ വാക്കുകൾ അതേപടി ആവർത്തിക്കാൻ നമുക്ക് നിവൃത്തിയില്ല. അവരുടെ സ്ത്രൈണ ശരീരത്തെയും ദൈവം പ്രകൃതിയിലൂടെ അനുവദിച്ച ജീവധർമ്മ പ്രക്രിയകളെക്കുറിച്ചും പരാമർശിച്ച് ജീവിതം തുലഞ്ഞവരായി ചിത്രീകരിച്ച വാക്കുകൾ. ബാലുശ്ശേരിയുടെ ആക്ഷേപം സംസ്കാരത്തിന് ചേർന്ന വിധമാക്കിയാൽ അർത്ഥം ഇങ്ങനെയാകും: കന്യാസ്ത്രീകൾ അവരുടെ സ്ത്രൈണത ഉപയോഗപ്പെടുത്താതെ ജീവിതം പാഴാക്കുന്നു. അവർക്ക് ലഭിച്ച സ്ത്രൈണ ശരീരവും അതിൻ്റെ ധർമ്മങ്ങളും പ്രജനനത്തിന് ഉപയോഗപ്പെടുത്തുന്നില്ല. കന്യാസ്ത്രീ മഠങ്ങളെല്ലാം അടച്ചുപൂട്ടി അവരെ സ്വതന്ത്രരാക്കിയാൽ പാലാ ബിഷപ്പ് പറഞ്ഞ കുട്ടികളുടെ എണ്ണം വർദ്ധിപ്പിക്കുക എന്ന കാര്യത്തിന് പരിഹാരമാകും. അതിനനുവദിക്കാതെ ക്രൈസ്തവർ അഥവാ സഭാധികാരികൾ കന്യാസ്ത്രീകളുടെ സ്ത്രീ സ്വാതന്ത്ര്യം നിഷേധിച്ച് അവരെ അടിച്ചമർത്തുകയും അവരുടെ ജീവിതം നശിപ്പിക്കുകയും ചെയ്യുന്നു. ഇതിനെല്ലാം കാരണക്കാരനായി മറ്റൊരാളുണ്ട്, പൗലോസ് ആണ് എല്ലാ ദോഷങ്ങളിലേക്കും ക്രൈസ്തവരെ നയിച്ചത്. വാക്കുകൾ അവസാനിച്ചാലും ബാലുശ്ശേരിയുടെ വിമർശനം വാക്കുകളിലില്ലാതെയും തുടരുകയാണ്. അതിനിയും തുടരും. നോക്കൂ, ഒറ്റ ശ്വാസത്തിൽ അദ്ദേഹം എന്തിനെയൊക്കെയാണ് വിമർശിക്കുന്നതെന്ന്, എന്തൊക്കെ അസത്യങ്ങളാണ് പറയുന്നതെന്ന്. സ്ത്രീകൾ സന്യാസ ജീവിതം തെരഞ്ഞെടുക്കുന്നത് സഭ മുഴുവനും ചേർന്ന് അടിച്ചേൽപ്പിക്കുന്നത് കൊണ്ടാണത്രേ. ബ്രഹ്മചര്യത്തെയും കന്യാവ്രതത്തെയും പൗലോസ് എന്ന വ്യക്തിയെയും മാത്രമല്ല, ബാലുശ്ശേരിയെ പോലുള്ളവർ വിദ്വേഷത്തോടെ കാണുന്ന ക്രൈസ്തവ വിശ്വാസത്തിന്റെ ആധാരങ്ങളെ ആകെയാണ് പ്രോഗ്രാം ചെയ്ത കമ്പ്യൂട്ടർ പോലെ നിരന്തരം ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത്. ബ്രഹ്മത്തിൽ ചരിക്കുക എന്ന ഉന്നതമായ ജീവാത്മധർമ്മത്തെ ബ്രഹ്മചര്യമെന്ന് ഹൈന്ദവ വേദം വിളിക്കുന്നു. ഇവിടുത്തെ ക്രൈസ്തവരും അതേ വാക്കുപയോഗിക്കുന്നു. പരമസത്യത്തിനു വേണ്ടി, യേശുക്രിസ്തുവിന് വേണ്ടി ആത്മാവും മനസ്സും ശരീരവും അർപ്പിച്ചുള്ള ജീവിതമാണ് ക്രൈസ്തവ വൈദികരും കന്യാസ്ത്രീകളും ഏറ്റെടുക്കുന്നതെന്ന് ബാലുശ്ശേരിക്ക് അറിയാത്തതോ മറച്ചു പിടിക്കുന്നതോ? ഓരോ കോശത്തിലും ജഡികത നിറഞ്ഞിരുന്നാൽ എങ്ങനെയാണ് ബ്രഹ്മചര്യത്തിന്റെ വിലയറിയുക? അത് പാലിക്കുന്നവരുടെ സമർപ്പണവും ആനന്ദവും എങ്ങനെയാണ് ഗ്രഹിക്കാൻ കഴിയുക? അങ്ങനെ ജീവിക്കുന്ന കന്യാസ്ത്രീകളെ കുറിച്ച് ബാലുശ്ശേരിക്ക് എന്തറിയാം? ജീവിതം തുലഞ്ഞവരെന്ന് ബാലുശ്ശേരി ആക്ഷേപിക്കുന്ന കന്യാസ്ത്രീകളായ സഹോദരിമാർ നൂറ്റാണ്ടുകളായി ലോകത്തിന്റെ എത്രയോ കോണുകളിൽ കെട്ടുപോകുമായിരുന്ന എത്രയോ ജീവിതങ്ങളെയാണ് ക്രിസ്തു സ്നേഹത്താൽ പ്രേരിതമായ നിസ്വാർത്ഥ സേവനം വഴി ഊതി ജലിപ്പിച്ചിട്ടുള്ളത്. മരണമുഖങ്ങളിലും ദുരന്തമുഖങ്ങളിലും നിന്ന് എത്രയോ ലക്ഷം പേരെയാണ് അവർ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവന്നിട്ടുള്ളത്. എത്രയോ ദീനരെയും അശരണരെയുമാണ് അവർ ശുശ്രൂഷിച്ചിട്ടുള്ളത്. നിസ്സഹായതയിലും ദാരിദ്ര്യത്തിലും പുതഞ്ഞുപോയ എത്ര സ്ത്രീ ജീവിതങ്ങളാണ് അവർ ഉയർത്തിയെടുത്തിട്ടുള്ളത്. എത്രയോ അനാഥർക്കാണ് അവർ അമ്മമാരും സഹോദരിമാരുമായിട്ടുള്ളത്. മതതീവ്രവാദമല്ലാതെ മനുഷ്യ സ്നേഹം കടന്നു കയറിയിട്ടില്ലാത്ത ഹൃദയങ്ങൾക്ക് ഈ നന്മകൾ കാണാനും തിരിച്ചറിയാനും കഴിയാത്തതിൽ അത്ഭുതമില്ല. പക്ഷേ ബാലുശ്ശേരിമാരെ ഒരു കാര്യം ഓർമ്മിപ്പിക്കാതെ വയ്യ. കന്യാസ്ത്രീകൾ അണിയുന്ന സഭാവസ്ത്രം തങ്ങൾ എല്ലാവർക്കും സഹോദരിമാരും അമ്മമാരും
യേശുവിന് പൂർണ്ണമായും ജീവിതം സമർപ്പിച്ചവരുമാണെന്ന് പറഞ്ഞു തരുന്ന പാവന വസ്ത്രമാണ്. അത് പരപുരുഷന്മാർ തങ്ങളുടെ സ്ത്രീകളെ കണ്ടാൽ എല്ലാം തകരുമെന്ന് ഭയപ്പെടുന്നവരുടെ നിർമ്മിതിയല്ല. സ്ത്രീകൾ തങ്ങൾക്ക് പൊതിഞ്ഞു മൂടി നടത്താനുള്ള സ്വകാര്യ സ്വത്തും അടിമകളും എന്ന് കരുതുന്നവരുടെ കണ്ടുപിടുത്തമല്ല. 4 സ്ത്രീകളെ വിവാഹം കഴിക്കാമെന്ന് ഈ കാലയളവിലും ലോകത്തോട് വിളിച്ചു പറയാൻ ലജ്ജ തോന്നാത്തവരുടെയോ അതുവഴി സ്ത്രീക്ക് പുരുഷന്റെ 4-1 മൂല്യമേ പരമാവധിയുള്ളൂ എന്ന് പ്രഖ്യാപിക്കുന്നവരുടെയോ ശാസനപ്രകാരമുള്ളതല്ല. ബ്രഹ്മചര്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയാത്ത, ശരീരത്തിന്റെ നിയമങ്ങൾക്ക് കീഴ്പ്പെട്ട ആരിൽ നിന്നും വരാവുന്ന തരത്തിലുള്ള ആക്ഷേപ വാക്കുകൾ തന്നെയാണ് ബാലുശ്ശേരിയുടെ നാവിൽ നിന്നും പുറത്തു വന്നത്. ശരീരത്തോടുള്ള തൻ്റെ വിധേയത്വം മഹാകാര്യമായി സ്ഥാപിക്കാൻ കൂടി അദ്ദേഹം ശ്രമിക്കുന്നു. എന്തുകൊണ്ടാണ് ബാലുശ്ശേരിയെ പോലുള്ളവർ ഏതു കാര്യത്തിനും ഒടുവിൽ വിശുദ്ധ പൗലോസിനെ ആക്ഷേപിക്കുന്നത്? മുമ്പും പറഞ്ഞിട്ടുള്ള കാരണത്താൽ തന്നെ. യേശുവിൻ്റെ ചരിതം കൂടെ നടന്ന ശിഷ്യരുടെ കേട്ട് വിവരണം മാത്രമാണെന്ന് ആക്ഷേപിക്കാനുള്ള സാധ്യത വിശുദ്ധ പൗലോസാണ് തകർത്തത്. ഒരിക്കൽ ക്രൈസ്തവരെ പീഡിപ്പിച്ചവർ യേശു ക്രിസ്തുവിനെ നേരിട്ട് കണ്ടിട്ടില്ലാത്തവൻ, യേശുവിൻ്റെ അതിശക്തനായ സാക്ഷിയായപ്പോൾ പരാജയപ്പെട്ടത് യേശു ചരിതം കെട്ടുകഥയെന്ന് വരുത്താൻ ശ്രമിച്ചവൻ തന്നെ. അവന് പൗലോസിനോടുള്ള വിദ്വേഷമാണ് ഇന്നും ക്രിസ്തുവിരുദ്ധരുടെ നാവിലൂടെ പുറത്തു വരുന്നത്. ബ്രഹ്മചര്യത്തിന്റെ മഹത്വം ഉയർത്തിപ്പിടിച്ചതും അഗ്ര ചർമ്മ ഛേദനം ക്രൈസ്തവർക്ക് ആവശ്യമില്ലെന്ന് പഠിപ്പിച്ച് പുതിയ ഉടമ്പടിയിൽ അതിൻ്റെ പ്രസക്തി തള്ളി പറഞ്ഞതും പൗലോസ്. ജഡത്തിൻ്റെയും ആത്മാവിൻ്റെയും നിയമങ്ങളെ വേർതിരിച്ചു പഠിപ്പിച്ച് യേശുവിൻ്റെ വചനങ്ങളെ പൗലോസ് ശക്തമായി സാക്ഷ്യപ്പെടുത്തി. ജഡപൂജയെ തള്ളി പൈശാചിക ശക്തികളുടെ സ്വാധീനങ്ങൾക്ക് പൗലോസ് കനത്ത തടസ്സം സൃഷ്ടിച്ചു. ആ പൗലോസിനെ ബാലുശ്ശേരിയെ പോലുള്ളവർ എങ്ങനെ വിരോധിക്കാതിരിക്കും? ശ്രദ്ധിക്കേണ്ട ഒന്നുണ്ട്. സഹസ്രാബ്ദങ്ങൾ ഇത്ര കഴിഞ്ഞിട്ടും പൗലോസിനോടും യേശു ക്രിസ്തുവാണെന്ന സത്യത്തോടും കടുത്ത വിദ്വേഷം പുലർത്താൻ മർത്യരുടെ മാത്രം തലമുറകൾക്ക് കഴിയില്ല. അതിന് കഴിയുന്നത് കാലങ്ങൾ കൊണ്ട് തളർച്ചയോ അന്ത്യമോ സംഭവിക്കാത്തവനും മാത്രമാണ്. അവൻ്റെ പ്രേരണയിലുള്ളവർക്കും. തീർത്തും സൗമ്യമായി പാലാ ബിഷപ്പ് ഓർമ്മിപ്പിച്ച 2 കാര്യങ്ങളുടെ പേരിലാണ് ഇപ്പോഴും ബാലുശ്ശേരിമാർ പിതാവിനെ ആക്രമിക്കുന്നത്. അദ്ദേഹം നിരന്തരം മുസ്ലിം വിരുദ്ധ പ്രഭാഷണങ്ങൾ നടത്തുന്നില്ല എന്നല്ല, ഇത്തരം വാക്കുകൾ ആവർത്തിക്കുന്ന പോലുമില്ല. എന്നിട്ടും ബാലുശ്ശേരിമാർ അദ്ദേഹത്തെ വിടുന്നില്ല. എന്താണ് കാരണം? അവർ സത്യത്തെ ഭയപ്പെടുന്നു എന്നത് തന്നെ. ഘോര പ്രഭാഷണം നടത്തിയിട്ടും അതിൻ്റെ പേരിൽ സ്വസമുദായത്തിലെ ബഹുസഹസ്രങ്ങളുടെ പിന്തുണ സമൂഹ മാധ്യമങ്ങളിൽ കിട്ടിയിട്ടും ബാലുശ്ശേരിമാർക്ക് സുരക്ഷിതത്വ ബോധമില്ല. അവർ ഭയപ്പെടുന്നു, വിരളി പിടിക്കുന്നു, വെറികൊള്ളുന്നു. ഗർജിക്കുന്നവരുടെ അസത്യ ഭാഷണങ്ങളെക്കാൾ പാലായിലെ പിതാവിൻ്റെ സൗമ്യ പദങ്ങളെ അവർ പേടിക്കുന്നു. കാരണം തങ്ങൾ പറയുന്നത് തങ്ങളെ താങ്ങുമെന്ന ബോധ്യം അവരുടെ ഹൃദയത്തിലില്ല. തൊണ്ട കീറി വാക്കുകൾ സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോഴും ഉള്ളിൽ നിന്ന് മറ്റൊരു ബോധമാണ് അവരെ വേട്ടയാടുന്നത്. ഭീകരതയെ അവലംബിക്കുന്നവരുടെ അതേ അരക്ഷിതത്വ ബോധവും ജഡികതയും. എതിർത്ത് പറഞ്ഞവരെ നിശബ്ദരാക്കാതെ തങ്ങൾക്ക് നിലനിൽപ്പില്ലെന്ന സംഭീതരുടെ സിദ്ധാന്തം. ഇത്തരക്കാരുടെ ഭയത്തിൻ്റെയും വെറിയുടെയും ശിക്ഷ സ്വച്ഛ സമൂഹം അനുഭവിക്കേണ്ടി വരുന്നു എന്നതാണ് ഇപ്പോഴത്തെ ദുരന്തം.